വിദ്യാലയങ്ങളിൽ മതമാണോ അതോ അവിടുത്തെ നിയമവും അച്ചടക്കവുമാണോ വലുത്? കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ പ്രീണന രാഷ്ട്രീയക്കാർ ചോദിക്കാൻ മടിക്കുന്ന ഈ ചോദ്യത്തിന് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും തുല്യരാണ് എന്നാണ്. അവിടെ മതത്തിന്റെ പേരിൽ പ്രത്യേക ആനുകൂല്യം വേണമെന്ന വാശി പിടിക്കുന്നവർക്കും അവർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയക്കാർക്കുമുള്ള കനത്ത പ്രഹരമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ പുതിയ വിധി. ഈ വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി കോടതി ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൽ ഇഴകീറി പരിശോധിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഏത് ചോദ്യം? ഹിജാബ് ഇസ്ലാം മതത്തിൽ നിർബന്ധമാണോ അല്ലയോ? കോടതി ആ വാദങ്ങളെ എങ്ങനെയാണ് പൊളിച്ചടുക്കിയത് എന്ന് നോക്കാം. സ്കൂളിലെ യൂണിഫോമിനൊപ്പം ഹിജാബ് കൂടി ധരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് പ്രയാഗ്രാജിലെ ഒരു സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിനി നൽകിയ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് ജെ മുനീർ, ജസ്റ്റിസ് ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ നടത്തിയ നിരീക്ഷണം രാജ്യത്തെ പ്രീണനവാദികളുടെ വായടപ്പിക്കുന്നതാണ്. ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ അനിവാര്യമായും പാലിക്കേണ്ട ഒരു ആചാരമല്ല, നോട്ട് ആൻ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. ഇത് ധരിച്ചില്ലെങ്കിൽ മതവിശ്വാസത്തിന് കോട്ടം തട്ടുമെന്നോ ഇത് നിർബന്ധമാണെന്നോ തെളിയിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർജി നൽകിയ പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിൽ അതേ സമുദായത്തിൽപ്പെട്ട മറ്റു പെൺകുട്ടികളാരും ഹിജാബ് ധരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ ഒരു നിർബന്ധം? വ്യക്തമായ അജണ്ടകളോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മതത്തെ വലിച്ചഴിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെയാണ് കോടതി ഇവിടെ തടയിട്ടത്. സർക്കാർ സഹായമില്ലാത്ത ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവരുടെ യൂണിഫോം നയം നടപ്പിലാക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്നും വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ അതിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ലെന്നും കോടതി അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് 2018 നമ്മുടെ കേരള ഹൈക്കോടതിയും ഇതേ വിഷയത്തിൽ കൃത്യമായൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്നും അതിനു മുകളിൽ വ്യക്തിപരമായ മതവിശ്വാസങ്ങളോ പ്രത്യേക വസ്ത്രധാരണമോ അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നുമാണ് അന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതായത് സ്കൂളുകളുടെ അച്ചടക്കത്തിനും പൊതുവായ നിയമങ്ങൾക്കുമാണ് കോടതി അന്നും പ്രഥമ പരിഗണന നൽകിയത്, ഇന്നും പ്രഥമ പരിഗണന നൽകുന്നത്. കേരള ഹൈക്കോടതി അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രീണനവാദികളുടെ മുഖത്തടിച്ചുകൊണ്ട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ആവർത്തിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളായി തന്നെ തുടരണം. അതൊരിക്കലും മതപാഠശാലകളാകാൻ പാടില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ ഇരിക്കേണ്ട ക്ലാസ് മുറികളിൽ തങ്ങളുടെ മതം വ്യത്യസ്തമാണെന്ന് കാണിച്ച് ഒരു വേർതിരിവുണ്ടാക്കുന്നത് ഒരു മതേതര സമൂഹത്തിന് ചേർന്നതല്ല, ഒരു മതേതര രാജ്യത്തിന് ചേർന്നതല്ല. മുൻപ് കർണാടകയിലടക്കം സമാനമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ടൂൾ കിറ്റ് സംഘങ്ങൾ ശ്രമിച്ചിരുന്നു. സ്കൂളുകളിലെ അച്ചടക്കത്തെക്കാൾ വലുതല്ല ഒരു മതത്തിന്റെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരു മതത്തിനും പ്രത്യേക നിയമങ്ങളില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇരവാദം കളിക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് ക്യാമറ.